ഹായ് ഗൈസ്. 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്നത്. കെമിസ്ട്രിയിൽ ആറ്റംസ് തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുകളില്ലേ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരന്റ്സ് നമുക്കിട്ട പേരുകൾ. അതേപോലെ ഈ കോമ്പൗണ്ട്സിനും ഓരോ പേരുകളുണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ട്സിന്റെ പേരുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ കോമ്പൗണ്ട്സിനൊക്കെ പേരിടുന്നത്, ആരാണ് ഈ കോമ്പൗണ്ട്സിനൊക്കെ പേരിടുന്നത്, എന്തൊക്കെ റൂൾസ് ആണ് ഇതിനു വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ കോമ്പൗണ്ട്സിനൊക്കെ പേരിടുന്നത് IUPAC എന്ന ഓർഗനൈസേഷൻ ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. കോമ്പൗണ്ട്സിനൊക്കെ പേരിടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചു വെക്കണം. അതിൽ ഒന്നാമത്തതാണ് വേർഡ് റൂട്ട്. ഒരു കാർബൺ ചെയിന് നമ്മൾ കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ഒരു കാർബൺ ചെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ എത്ര കാർബൺസ് വരുന്നുണ്ട്? 1, 2, 3, 4, 5. 5 കാർബൺസ് വരുന്നുണ്ട്. 5 കാർബൺസ് വരുന്ന ഒരു കാർബൺ ചെയിൻ ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ദ പെന്റ് എന്നായിരിക്കും. ഇതേപോലെ ഒരു കാർബണേ വരുന്നുള്ളെങ്കിൽ മെത്ത്, രണ്ടാണെങ്കിൽ എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോണ്, ഡെക്ക്. ഈ കാര്യമാണ് ആദ്യം നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് സഫിക്സ് ആണ്, അതായത് പേരിന്റെ അറ്റത്ത് ചേർക്കുന്ന കാര്യം. ഈ ഒരു കാർബൺ ചെയിനിൽ നിങ്ങൾ നോക്കിയാൽ എല്ലാ ബോൺസും സിംഗിൾ ബോൺസ് ആണ്. ഒറ്റ ബോണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതുപോലെ സിംഗിൾ ബോൺസ് ആണ് നിങ്ങൾക്ക് തരുന്ന കോമ്പൗണ്ടിൽ ഉള്ളതെങ്കിൽ അതിന്റെ പേരിന്റെ എൻഡിങ് ANE എന്നായിരിക്കും. ഇനി കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ എൻഡിങ് ENE എന്നായിരിക്കും. ഇനി ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ എൻഡിങ് YNE എന്നായിരിക്കും. അപ്പൊ നമ്മൾ സഫിക്സും പഠിച്ചു, വേർഡ് റൂട്ടും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രാഞ്ച് നെയിം ആണ്. ഇപ്പൊ ഈ കോമ്പൗണ്ടിൽ ഒന്നും നിങ്ങൾ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നില്ല. പക്ഷെ ഈ കോമ്പൗണ്ട് നോക്കിയേ, ഇവിടെ ഒരു ബ്രാഞ്ച് കാണുന്നില്ലേ, CH3 എന്ന് പറഞ്ഞിട്ട്. ഇതിനാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ചിങ്ങിന്റെ പേരെന്താണെന്നും നമ്മൾ പഠിച്ചു വെക്കണം. CH3 എന്ന് പറഞ്ഞ ഒരു കാർബൺ മാത്രമേ നിങ്ങൾ ബ്രാഞ്ചിങ് കാണുന്നുള്ളെങ്കിൽ അതിന്റെ ബ്രാഞ്ച് നെയിം മീഥൈൽ എന്നായിരിക്കും. ഇനി 2 കാർബൺസ് കാണുന്നുണ്ടെങ്കിൽ ഈഥൈൽ, 3 കാർബൺസ് കാണുന്നുണ്ടെങ്കിൽ പ്രൊപ്പൈൽ. നമ്മൾ വേർഡ് റൂട്ട് പഠിച്ചപ്പോൾ പറഞ്ഞു ഒരു കാർബണേ ഉള്ളെങ്കിൽ മെത്ത്, രണ്ടാണെങ്കിൽ എത്ത്, അങ്ങനെ പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. കൂടെ ഒരു YL ചേർത്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേർഡ് റൂട്ടും സഫിക്സും ബ്രാഞ്ച് നെയിമും പഠിച്ചു. ഇനി നമുക്ക് കോമ്പൗണ്ട്സിന് പേരിട്ട് പഠിച്ചാലോ? ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പൗണ്ട് ആണ്, CH3, CH2, 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 CH3. ഒരു കോമ്പൗണ്ടിന് പേരിടാൻ ആദ്യം നോക്കേണ്ടത് അതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 1, 2, 3, 4, 5. 5 കാർബൺ ആറ്റംസ് ഉണ്ട്. 5 എണ്ണാണ് ഉള്ളതെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്താണെന്ന് നമ്മൾ പഠിച്ച്, പെന്റ്. അപ്പൊ ഇതിന്റെ പേര് ആദ്യം വരുന്നത് പെന്റ്. പിന്നെ നമ്മൾ ബോണ്ട് നോക്കണം. ഇവിടെ എല്ലാ ബോണ്ട്സും എന്താ വരുന്നത്? സിംഗിൾ ബോണ്ട്സ് അല്ലേ? ഒരു ബോണ്ട് മാത്രമല്ലേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഒരു ബോണ്ട് ആണെങ്കിൽ അതിന്റെ സഫിക്സ് എന്താണെന്നാ പറഞ്ഞത്? ANE. അപ്പൊ പെന്റിന്റെ കൂടെ ANE ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? പെന്റെയിൻ. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഒരു കോമ്പൗണ്ടിനും കൂടി പേരിട്ട് നോക്കിയാലോ? ഈ കോമ്പൗണ്ടിൽ മൊത്തം എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1, 2, 3, 4 കാർബൺ ആറ്റംസ് ഉണ്ട്. 4 എണ്ണാണുള്ളെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്താ വരുന്നത്? ബ്യൂട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വേർഡ് റൂട്ട് എഴുതി വെക്കാം, ബ്യൂട്ട്. പിന്നെന്താ നോക്കണ്ടേ? ബോണ്ടിന്റെ നമ്പർ നോക്കണം. ഇവിടെ എല്ലാ ബോണ്ട്സും എന്താ? സിംഗിൾ ബോണ്ടാണ് വരുന്നത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE ആണ് എൻഡിൽ എഴുതേണ്ടത്. അപ്പൊ ബ്യൂട്ടിന്റെ കൂടെ ANE എഴുതുന്നു. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? ബ്യൂട്ടൈൻ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലേ? ഇവിടെ ഒരു സംഭവം എക്സ്ട്രാ കാണുന്നില്ലേ? അതെന്താ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ വന്ന്? ഇവിടെ എഴുതാൻ സ്ഥലമില്ലായിട്ടാണോ? സ്ഥലമില്ലായിട്ടല്ല, ഇതിനെയാണ് നമ്മൾ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ബ്രാഞ്ചിങ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിടലില് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ കോമ്പൗണ്ടിലെ ഏറ്റവും വലിയ ബ്രാഞ്ച്, അതായത് ഏറ്റവും വലിയ ചെയിൻ, ലോങ് ചെയിൻ ഏതാ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇങ്ങനെ ഒരു ചെയിനെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ എത്ര കാർബൺസ് ഉണ്ട്? 1, 2, 3, 4 കാർബൺസ് ഉണ്ട്. ഇനി ഇങ്ങനെ ഒരു ചെയിനെ നമുക്ക് കൺസിഡർ ചെയ്തൂടെ? അവിടെ എത്ര കാർബൺസാ ഉള്ളത്? 1, 2, 3, 4. ഒരു
ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു ചെയിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അവിടെ എത്ര കാർബൺസാ ഉള്ളത്? 1, 2, 3. അപ്പോ ഈ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് ചെയിനെ കൺസിഡർ ചെയ്യാൻ നോക്കിയ 3 പോസിബിലിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. ഇതില് ഏറ്റവും കൂടുതൽ കാർബൺസ് ഉള്ളത് ഏത് ചെയിൻ ആണോ അതിനെയാണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ 3 കാർബൺസ് ഉള്ള ചെയിന്, അതായത് പിങ്ക് കളറിൽ മാർക്ക് ചെയ്ത ചെയിന് നമുക്ക് ആവശ്യമില്ല, അവിടെ 3 എണ്ണേ ഉള്ളൂ. ബാക്കി 2 എണ്ണത്തിലും 4 കാർബൺസ് വീതം വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ചെയിന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഞാന് ഈ ഫസ്റ്റിലത്തെ ചെയിൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ നമ്പർ ഇടും. 1, 2, 3, 4 അങ്ങനെ നമ്പർ ഇട്ടു. എനിക്ക് വേണമെങ്കിൽ തിരിച്ചും നമ്പർ ഇട്ടൂടെ? 1, 2, 3, 4 ഇങ്ങനെ നമ്പർ ഇടാം. ഇതിൽ ഏത് രീതിയിലുള്ള നമ്പറിംഗ് ആണ് കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രാഞ്ചിന്റെ പൊസിഷൻ ആണ് നോക്കേണ്ടത്. അതായത് ഈ ബ്രാഞ്ച് വരുന്ന കാർബൺ ഇല്ലേ, ഈ കാർബണിന്റെ നമ്പർ ഏറ്റവും ലോവസ്റ്റ്, അതായത് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ ഇടാൻ വേണ്ടിയിട്ട്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടുന്ന സമയത്ത് ഇതിന്റെ പൊസിഷൻ എത്രയാ വരുന്നത്? 2 ആണ് വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇടുമ്പോഴോ 3 ആണ് വരുന്നത്. ഇതിൽ ഏതാ ചെറുത്? 2 അല്ലേ ചെറുത്. അപ്പോ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. 1, 2, 3, 4. ഇനി എഴുതേണ്ടത് ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ ഏതാ? സെക്കൻഡ് പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്. അപ്പൊ പേരിടുമ്പോൾ ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് പൊസിഷൻ ആണ്. 2 എന്ന് എഴുതാം. എന്നിട്ടൊരു ഹൈഫൺ ഇടാം. ഹൈഫൺ ഇട്ടിട്ട് ബ്രാഞ്ചിന്റെ പേര് എഴുതാം. ഈ ബ്രാഞ്ചിന്റെ പേരെന്താ? ഒറ്റ കാർബണേ ഉള്ളൂ. ഒരു കാർബണേ ഉള്ളെങ്കിൽ ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ. അത് നമ്മൾ എഴുതുന്നു. ഇനി നോക്കേണ്ടത് നമ്മുടെ മെയിൻ ചെയിൻ ആണ്. നമ്മൾ ഇവിടെ നോക്കിച്ച് മെയിൻ ചെയിൻ ഇല്ലേ, ഇതിന് പേരിടണം. മെയിൻ ചെയിന് പേരിടാൻ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, സിമ്പിൾ അല്ലേ? ആദ്യം എന്താ നോക്കണ്ടേ? അതിൽ എത്ര കാർബൺസ് ഉണ്ട് നോക്കണം. ഇവിടെ 4 കാർബൺസ് ആണ് ഉള്ളത്. 4 കാർബൺസ് ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും? ബ്യൂട്ട് ആണ് വരുന്നത്. പിന്നെ എല്ലാം സിംഗിൾ ബോൺസ് ആ. അപ്പൊ അതിന്റെ സഫിക്സ് എന്താ വരിക? എൻഡില് ANE എഴുതും. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? 2-methyl butane. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനിലും നമുക്ക് ഇങ്ങനെ ഒരു ചെയിൻ കൺസിഡർ ചെയ്യാം, ഇങ്ങനെ ഒരു ചെയിൻ കൺസിഡർ ചെയ്യാം, ഇങ്ങനെ ഒരു ചെയിനും കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്പർ ഇട്ട് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3. ഇവിടെയും 4 കാർബൺ ആറ്റംസ് വരുന്നതാണ് ലോങ് ചെയിൻ. അപ്പൊ നമുക്ക് ഈ ഒരു ചെയിനെ ലോങ് ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെന്താ നോക്കേണ്ടത്? ഇതിന്റെ ബ്രാഞ്ചിന്റെ പൊസിഷനും ബ്രാഞ്ചിന്റെ പേരും എഴുതണം. ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ ബ്രാഞ്ച്. ഇനി ഇതിന്റെ പൊസിഷൻ നോക്കണം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടുന്ന സമയത്ത് 1, 2, 3, 4 തേർഡ് പൊസിഷൻ ആണ് വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇട്ടാലോ സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. ഇപ്പൊ എന്താ നോക്കണ്ടേ? 2 ആണോ 3 ആണോ വലുത്? 3 വലുത്, 2 ആണ് ചെറുത്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പറിംഗ് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബ്രാഞ്ച് ആയ CH3 വരുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പറിംഗ് വരുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇടുന്ന സമയത്താണ്. അപ്പോ അതാണ് ഇതിന്റെ കറക്റ്റ് നമ്പറിംഗ് ഓർഡർ. 1, 2, 3, 4. അപ്പൊ ഇതിന്റെ പേരെന്താ? ആദ്യം പൊസിഷൻ മെൻഷൻ ചെയ്യുന്നു, പിന്നെ ബ്രാഞ്ചിന്റെ പേര് മെൻഷൻ ചെയ്യുന്നു. ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ. ഇനി മെയിൻ ചെയിനിൽ എത്ര കാർബൺസ് ഉണ്ട്? 4 കാർബൺസ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് ബ്യൂട്ട്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE 2-methyl butane. ഈ 2 കോമ്പൗണ്ട്സിന്റെ പേരും 2-methyl butane എന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇട്ടത് എന്താന്ന് വെച്ചാല് എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്പറിംഗ് എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മുടെ ബ്രാഞ്ചിങ് വരുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് പോലെ വേണം നമ്പറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതില് ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലോങ് ചെയിൻ ഏതാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ ചെയിൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ചെയിൻ കൺസ്ട്രക്ട് ചെയ്യാം, പിന്നെ ഇങ്ങനെ ഒരു ചെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ഒരു ചെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിൽ ലോങ് ചെയിൻ ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കാർബൺസിന്റെ നമ്പർ ഇട്ട് നോക്കണ്ടേ? അപ്പൊ ആദ്യത്തെ ഗ്രീൻ കളറിൽ
കാണിച്ചിരിക്കുന്ന ചെയിനിൽ എത്ര കാർബൺസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4. ഇനി ബ്ലൂ കളറിൽ കാണിച്ച ചെയിനിൽ എത്ര കാർബൺസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5. വയലറ്റ് കളറിൽ കാണിച്ച ചെയിനിലോ 1 2 3 4. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കാർബൺസ് വരുന്നത് ഏത് ചെയിനിലാ? ബ്ലൂ കളറിൽ കാണിച്ച ചെയിനിലാണ്. അവിടെ 5 കാർബൺസ് വരുന്നുണ്ട്. എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ചെയിൻ ആയിരിക്കും ലോങ് ചെയിൻ എന്ന് വിചാരിക്കാൻ പാടില്ല. കാർബൺസിന്റെ നമ്പർ എണ്ണി നോക്കി തന്നെ വേണം. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ സ്ട്രെയിറ്റ് ചെയിനിൽ ആകെ 4 കാർബൺസേ ഉള്ളൂ. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ചെയിനിൽ മൊത്തം 5 കാർബൺസ് വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ ലോങ് ചെയിൻ. ലോങ് ചെയിൻ നമുക്ക് മാർക്ക് ചെയ്യേ. നമ്പർ ഇട്ട് നോക്കാം. 1 2 3 4 5. ഇത് ലെഫ്റ്റ് നിന്ന് റൈറ്റും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇട്ടൂടെ? തിരിച്ചും നമ്പർ ഇടാം. 1 2 3 4 5. അപ്പൊ ഇവിടുത്തെ ബ്രാഞ്ച് ഏതാന്ന് മനസ്സിലായി. ഇവിടുത്തെ ബ്രാഞ്ചും CH3 തന്നെയാണ് വരുന്നത്. ഇനി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള നമ്പറിംഗ് ആണോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കുള്ള നമ്പറിംഗ് ആണോ കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രാഞ്ചിങ്ങിന്റെ പൊസിഷനിൽ വരുന്ന നമ്പർ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാർബണുമായിട്ടാണ്. ഈ കാർബണിന്റെ പൊസിഷൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പറിംഗ് ചെയ്താലും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പറിംഗ് ചെയ്താലും 3 തന്നെയാണ് പൊസിഷൻ നമ്പർ വരുന്നത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെ നമ്പറിംഗ് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ നമ്പറിംഗ് ചെയ്തു. അപ്പൊ ആദ്യം എന്താ എഴുതേണ്ടത്? ബ്രാഞ്ചിന്റെ പൊസിഷൻ. ഇവിടെ 3 ആണ് പൊസിഷൻ. 3ൽ വരുന്ന ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ. ഇനി മെയിൻ ചെയിൻ നോക്കാം. ഇവിടെ മെയിൻ ചെയിനിൽ മൊത്തം 5 കാർബൺസ് ആണ് വരുന്നത്. 5 കാർബൺസ് ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്താ? പെന്റ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE സഫിക്സ്. ഈ കോമ്പൗണ്ടിന്റെ പേര് 3-methyl pentane. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനില് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെയിമിങ്ങിന് ലോങ് ചെയിൻ ഏതാന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ലോങ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇങ്ങനെ ഒരെണ്ണം, പിന്നെ ഇങ്ങനെ ഒരെണ്ണം. ഇതില് കാർബൺസ് എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻ തന്നെയാണ് ലോങ് ചെയിൻ. മൊത്തം 6 കാർബൺസ് അതിൽ വരുന്നുണ്ട്. അതിന് നമുക്ക് നമ്പറിംഗ് ചെയ്തു നോക്കാം. 1 2 3 4 5 6. ഇനി റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പറിംഗ് ചെയ്യാം. 1 2 3 4 5 6. ഇവിടെ 2 ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ ഏത് നമ്പറിംഗ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുക? 2 ബ്രാഞ്ചസിന്റെയും പൊസിഷൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. അതിൽ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുന്നത് ഏതാണോ അതാണ് കറക്റ്റ് നമ്പറിംഗ്. ഇപ്പോ റെഡ് കളറിൽ മാർക്ക് ചെയ്ത നമ്പറിംഗില് ഈ ഒരു ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് എത്രയാ? 2 ആണ്. ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് 4ഉം. 2 + 4 എത്രയാ? 6. ഇനി ബ്ലൂ കളറിൽ മാർക്ക് ചെയ്ത നമ്പറിംഗില് ഒരു ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് 3 ആണ്. ഒരു ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് 5 ആണ്. 3 + 5 എത്രയാ? 8. അപ്പൊ 6 ആണോ 8 ആണോ ചെറുത്? 6 ആണ് ചെറുത്. അപ്പോ ബ്ലൂ കളറിൽ അപ്പൊ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് കറക്റ്റ് നമ്പറിംഗ് വരുന്നത്. ഇനി നമുക്ക് പേരെഴുതാം. പേരെഴുതാൻ ആദ്യം വേണ്ടത് പൊസിഷൻസ് മാർക്ക് ചെയ്യാം. ഇപ്പൊ രണ്ടാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലും 2 പൊസിഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കും. ഇപ്പൊ 2ലും 4ലും മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. എത്ര മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഒറ്റ മീഥൈൽ ഗ്രൂപ്പ് ആയിരുന്നപ്പോ നമ്മൾ വെറുതെ മീഥൈൽ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളായിരുന്നു. 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ടാവുമ്പോൾ അതിനെ ഡൈ മീഥൈൽ എന്ന് എഴുതണം. അപ്പൊ 2 4 ഡൈ മീഥൈൽ. മെയിൻ ചെയിന്റെ അകത്ത് എത്ര കാർബൺസ് ഉണ്ട്? 6 കാർബൺസ് ആണ് മെയിൻ ചെയിനിൽ ഉള്ളത്. അപ്പൊ 6 ആകുമ്പോൾ വേർഡ് റൂട്ട് എന്താ? ഹെക്സ്. ഹെക്സ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? 2,4 ഡൈമീഥൈൽ ഹെക്സേൻ. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കാം. ഈ കോമ്പൗണ്ടിലും നമ്മൾ ലോങ് ചെയിൻ ഏതാ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ചെയിൻ തന്നെയാണ് ലോങ് ചെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെയും 6 കാർബൺസ് വരുന്നുണ്ട്. നമുക്ക് നമ്പറിംഗ് ചെയ്യാം. 1 2 3 4 5 6. തിരിച്ചു നമ്പറിംഗ് ചെയ്യാം. 1 2 3 4 5 6. ഏത് നമ്പറിംഗ് കറക്റ്റ് എന്ന് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? ബ്രാഞ്ചസ് വരുന്ന കാർബൺസിന്റെ നമ്പേഴ്സ് തമ്മിൽ സം ചെയ്യും. അപ്പൊ ബ്ലൂ കളറിൽ ഇട്ട നമ്പറിൽ 2ാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലും 5ാമത്തെ കാർബണിലും
ബ്രാഞ്ചിങ്സ് വരുന്നുണ്ട്. അപ്പൊ അത് എത്രയും 11. ഇനി റെഡ് കളറിലിട്ട നമ്പറിൽ 2ലും 3ലും 5ലും ആണ് വരുന്നത്. അപ്പൊ ഇത് എത്രയാ? 10 ആണ്. 10 ആണോ 11 ആണോ ചെറുത്? 10 അല്ലേ ചെറുത്? അപ്പൊ ഇവിടെ റെഡ് കളറിലുള്ള നമ്പറിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള നമ്പറിംഗ്. 1 2 3 4 5 6. ഇനി നമുക്ക് പേരെഴുതാം. പേരെഴുതുമ്പോ ആദ്യം എന്ത് ചെയ്യണം? പൊസിഷൻസ് മാർക്ക് ചെയ്യണം. 2 3 5. ഈ 3 എണ്ണത്തിലും ബ്രാഞ്ചിങ്സ് ഉണ്ട്. എത്ര മീഥൈൽ ഗ്രൂപ്പ്സ് ഉള്ളത്? 3 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. 3 മീഥൈൽ ഗ്രൂപ്പ്സ് ആകുമ്പോൾ അതിനെ ട്രൈ എന്നാണ് എഴുതുക. ഇപ്പൊ 2ലും 3ലും 5ലും ട്രൈ മീഥൈൽ. മെയിൻ ഗ്രൂപ്പിൽ എത്ര കാർബൺസ് ഉള്ളത്? 6 കാർബൺസ് ഉണ്ട് മെയിൻ ഗ്രൂപ്പിൽ. മെയിൻ ചെയിനിൽ 6 കാർബൺസ് ആണുള്ളത്. അപ്പം ഹെക്സ് ആണ് അതിന്റെ വേർഡ് റൂട്ട്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? 2,3,5 ട്രൈമീഥൈൽ ഹെക്സേൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനില് ഇങ്ങനെ ഒരു ലോങ് ചെയിൻ കൺസിഡർ ചെയ്യാം, ഇങ്ങനെ കൺസിഡർ ചെയ്യാം. എങ്ങനെ നോക്കിയാലും 3 കാർബൺസ് ആണ് അതിൽ വരുന്നത്. ഇവിടെ ആണെങ്കിൽ 1 2 3. ഇനി ഇങ്ങോട്ടാണെങ്കിലോ ഇതും 1 2 3. അപ്പൊ നമുക്ക് ഇതിൽ ഏത് ചെയിൻ വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചെയിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് ഇതില് ഈ കാർബണിന്റെ അടുത്ത് 2 ബ്രാഞ്ചസ് ഇവിടെ ഉണ്ട്. രണ്ടും ഉള്ളത് ഒരേ കാർബണിൽ തന്നെയാണ്. ഈ 2 എന്ന് പറഞ്ഞ കാർബണിൽ തന്നെയാണ് 2 ബ്രാഞ്ചസ് ഉള്ളത്. അപ്പൊ നമുക്ക് പേരെഴുതുന്ന സമയത്ത് 2 2 ഒരു 2 കൂടി എഴുതണം. കാരണം 2 എണ്ണത്തിന്റെ പൊസിഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യണ്ടേ. അപ്പൊ 2 2 എത്ര മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്? ഡൈ മീഥൈൽ. മെയിൻ ചെയിനിലോ? മെയിൻ ചെയിൻ്റെ അകത്ത് 3 കാർബൺസ് ആണ് ഉള്ളത്. അപ്പോ അതിന്റെ വേർഡ് റൂട്ട് പ്രൊപ്പ് ആണ്. പ്രൊപ്പ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഇവിടെ നമ്പറിംഗ് നോക്കുമ്പോൾ 1 2 3. ഇനി ഇങ്ങോട്ട് ഇട്ടാലും 1 2 3 തന്നെയാണ് വരുന്നത്. സെക്കൻഡ് പൊസിഷനിലാണ്. അതുകൊണ്ടാണ് അത് എടുത്തു പറയാതിരുന്നത്. അപ്പൊ സെക്കൻഡ് പൊസിഷന്റെ അകത്ത് 2 മീഥൈൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അപ്പൊ 2 മീഥൈൽ ഗ്രൂപ്പ്സിന്റെയും പൊസിഷൻ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ 2 2 എത്ര മീഥൈൽ ഗ്രൂപ്പ്സ്? 2 എണ്ണം. ഡൈ മീഥൈൽ പ്രൊപ്പൈൻ. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾക്കുള്ള ഒരു വർക്കാണ്. ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്താണെന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചത് വെച്ചിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് എല്ലാവരും കമന്റ് ബോക്സിൽ അത് കമന്റ് ചെയ്യാം. ഓക്കെ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിന്റെ, അതായത് അപൂരിത സംയുക്തങ്ങളുടെ നെയിമിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്തവണ നമ്മൾ പഠിച്ചതെല്ലാം സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സ് അല്ലേ. ഇനി ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ട്സും വരുന്ന അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ ബൈ.